ഒത്തിരി നാൾ കൂടിയാണ് ഇന്ന് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് മേടിച്ചത്. ഇതിന് തൊട്ട് മുമ്പത്തെ പ്രാവശ്യം ഇതുപോലെ വാങ്ങിച്ചിട്ട് വന്നു. വരുന്ന വഴിക്കെല്ലാം നല്ല പിങ്ക് കളറിലെ ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് അടിക്കുന്നതൊക്കെ ഞാൻ സ്വപ്നം കണ്ടുകൊണ്ടാണ് വന്നത്. വീട്ടിൽ കൊണ്ടുവന്ന വാക്ക് ഞാനത് മുറിച്ചൊക്കെ എടുത്ത് നോക്കി. പക്ഷേ നല്ല വെള്ള കളറിലിരുന്ന് എന്നെ പറ്റിച്ചു കളഞ്ഞു. അതോടെ ഞാൻ ഇവരുമായിട്ട് കുറച്ച് നാളായിട്ട് പിണക്കത്തിലായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞാൽ കോൺ കണ്ടുകൊണ്ടാണ് ഞാൻ ആ ഫ്രൂട്ട്സ് കടയുടെ അവിടെ വണ്ടി നിർത്തിയത്. അപ്പോൾ ഇതെന്നെ ഇരുന്നങ്ങ് കണ്ണിറുക്കി കാണിക്കുകയാണ്. പലതവണ ഞാൻ ആലോചിച്ചു വീണ്ടും വീണ്ടും ചതിക്കാനാണോ ഭാവമെന്ന്. പിന്നെ ഞാൻ കടയിലെ ആളിനോട് ചോദിച്ചു ഇത് പിങ്കാണെന്നൊക്കെ ഉറപ്പ് വരുത്തിയാണ് മേടിച്ചിട്ട് വന്നത്. ഒരേ കാര്യത്തിൽ തന്നെ ഒരു തവണ അല്ലെങ്കിൽ 2 തവണയൊക്കെ പറ്റിക്കപ്പെടാം. പക്ഷെ മൂന്നാമത്തെ തവണ നമ്മളത് ചെയ്യുന്നതിന് മുമ്പേ ഒന്നുകൂടെയൊക്കെ ഒന്ന് ആലോചിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് വന്ന് ഞാൻ കഷ്ണിച്ച് കാച്ചി വെച്ച പാലാണ് അതിൻ്റെ കൂടെ ഒഴിച്ചത് കേട്ടോ. ഒരു ഇമ്മിണി തേനും 2, 3 വാൾനട്ട്സും ഒക്കെ ചേർത്ത് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതങ്ങോട്ട് എടുത്ത് 2 ജ്യൂസ് ഗ്ലാസ്സിനകത്തോട്ട് പകർത്തി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഐസ്ക്രീം അതിൻ്റെ മുകളിലോട്ട് തൂവി കൊടുക്കുക. കട്ടക്കിരിക്കുന്ന ഐസ്ക്രീം എനിക്ക് എൻ്റെ മുകളിൽ വെക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനെടുത്ത് തണുപ്പൊക്കെ മാറ്റി കുറച്ച് മെൽറ്റായതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ ഫ്രൂട്ട്സുകളുടെ കൂട്ടത്തിലെ യാതൊരു ഫീലിങ്സും ഇല്ലാത്ത ഒന്നായിട്ടാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ യെല്ലോ കളറും കൂടി വാങ്ങിച്ചൊന്ന് കഴിച്ച് നോക്കണം, എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിലോ. ഇതിങ്ങനെ ജ്യൂസ് ഒന്നും ആക്കാതെ ഇതിൻ്റെ ഗുണങ്ങളെല്ലാം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് വെറുതെ കഷ്ണിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് കമൻ്റ് ഇടണേ.